വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒന്ന് നോക്കി നോക്കാം. സോ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വി റേഡിയേഷൻ്റെ വേവ് ലെങ്ത് നമുക്കത് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. യു വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 200 to 400 നാനോമീറ്റർ ആയിരിക്കും. യെസ്, ഓക്കെ, യെസ്. ഇനി വിസിബിൾ ആകുമ്പോൾ വിസിബിൾ റേഞ്ചിൻ്റെ എന്തായിരുന്നു വേവ് ലെങ്ത്? യെസ്, 400 to 700 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി വേറൊരു കാര്യം, ഈ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിനെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നും കൂടെ വിളിക്കുന്നുണ്ട്. എന്താണ്? യെസ്, ഓൾസോ കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? യെസ്, നോക്കിക്കോ, പറഞ്ഞുതരാം. നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, ഓക്കെ, നമ്മളോട്ടാണ് ഇങ്ങനെ പറയുന്നത്. ലെറ്റ്സ് സേ നമ്മുടെ യു വി റേഡിയേഷൻ അല്ലേ, നമ്മുടെ യു വി റേഡിയേഷൻ ഒരു മോളിക്യൂളിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. മോളിക്യൂളിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? യെസ്, ഇവരെന്ത് ചെയ്യും? ഈ യു വി റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും? ട്രാൻസിഷൻസ് സംഭവിക്കും. ഇലക്ട്രോണിന് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ ഇവിടെ എന്ത് നടക്കും? യെസ്, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇവിടെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ നിന്ന് എവിടത്തേക്ക് നടക്കും? യെസ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നോക്കിക്കോളെ, ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും. എവിടെ നിന്ന് എവിടത്തേക്ക്? യെസ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് യെസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നടക്കും. അങ്ങനെ ഇലക്ട്രോണുകളുടെ ഒരു ട്രാൻസിഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവരെ വേറൊരു പേരും കൂടെ വിളിക്കും, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? യെസ്, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു അല്ലേ, എന്തായിരുന്നു? യെസ്, അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ്. ഓക്കെ, യു വി റേഡിയേഷൻ ആണ് ഇവിടെ ഉള്ളത്. യു വി റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 200 to 400 നാനോമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. നൗ ഇലക്ട്രോണിക് ട്രാൻസിഷൻ, എന്തൊക്കെ തരത്തിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക? നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ബോണ്ടിങ്, ഇവിടെ രണ്ട് ബോണ്ടിങ് കാണാം. ഒന്ന് സിഗ്മയാണ്, ഒന്ന് പൈ ആണ്, ഒന്ന് എന്താണ്? നോൺ ബോണ്ടിങ് ആണ്. ഇനി ഇതിൻ്റെ എന്തായിരിക്കും? ആൻറ്റി ബോണ്ടിങ് യെസ് സ്റ്റേറ്റ്. ഇവിടെ എന്തായിരിക്കും? യെസ്, പൈ സ്റ്റാർ. യെസ്, ഇവിടെ എന്തായിരിക്കും? സിഗ്മ സ്റ്റാർ. മെയിൻലി നിങ്ങൾക്ക് ഇതാ 4 രീതിയിലുള്ള ട്രാൻസിഷൻ ആണ് കാണാൻ പറ്റുക. ഓക്കെ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ. ഇവിടെ നോക്കിക്കോളൂ. വാട്ട് ഇസ് ഇറ്റ്? ദ ഫസ്റ്റ് വൺ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ. ഇനി എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? എൻ ടു സിഗ്മ സ്റ്റാർ. നോൺ ബോണ്ടിങ്ങിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് പോകുന്നത്. നോൺ ബോണ്ടിങ് ടു സിഗ്മ സ്റ്റാർ. അടുത്ത എന്താണ്? യെസ്, പൈ ടു പൈ സ്റ്റാർ ആൻഡ് വോട്ട്. നോൺ ബോണ്ടിങ്ങിൽ നിന്ന് പൈ സ്റ്റാർ. ഇത്രയും ട്രാൻസിഷൻ ആണ് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷനിൽ ഒബ്സർവ് ചെയ്യാൻ കാണപ്പെടുക. ഓക്കെ, ആൻഡ് ഇവരുടെ എനർജി ലെവൽസ് ചോദിക്കും. അതായത് ഇവരുടെ ഓർഡർ ഓഫ് എനർജി, ഇതിൽ ഏത് ട്രാൻസിഷനാണ് ഏറ്റവും കൂടുതൽ എനർജി എന്ന് ചോദിക്കും. ഏതായിരിക്കും? നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന അതേ ഓർഡർ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ഓർഡർ. നോക്കിയാൽ നിങ്ങൾ ഏറ്റവും കുറവ് ഏതാണ്? എൻ ടു പൈ സ്റ്റാർ. നോൺ ബോണ്ടിങ്ങിൽ നിന്ന് യെസ് പൈ സ്റ്റാറിലേക്ക് പോകുന്നതാണ് ലീസ്റ്റ് എനർജി. ആൻഡ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ എനർജി ബേസിസിൽ. ഇതാ ഒരു ചോദ്യം ഇവിടെയുണ്ട്. ഓക്കെ, ഇൻ മോളിക്കുലാർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ വിച്ച് ആർ ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി റിക്വയർഡ് ഫോർ ട്രാൻസിഷൻ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഏതാണെന്ന് നോക്കുക. ഒന്നുകിൽ ഇതായിരിക്കും ശരി, അല്ലെങ്കിൽ ഇത്. ഓക്കെ, ഇനി എന്തായിരിക്കും? എൻ ടു സിഗ്മ സ്റ്റാർ ആണോ കൊടുത്തിരിക്കുന്നത്? യെസ്, എൻ ടു സിഗ്മ സ്റ്റാർ. യെസ്, എൻ ടു സിഗ്മ സ്റ്റാർ. രണ്ടും കറക്റ്റ് തന്നെയാണ് അല്ലേ. ആൻഡ് ഇവിടെ ഉള്ളത് പൈ ടു പൈ സ്റ്റാർ ആണോ എൻ ടു പൈ സ്റ്റാർ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്? എൻ ടു പൈ സ്റ്റാർ ആണല്ലേ. നോൺ ബോണ്ടിങ് ടു പൈ സ്റ്റാർ, ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ ഓഫ് പൈ ഓർബിറ്റൽ. അങ്ങനെയാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എനർജി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് യെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഷിഫ്റ്റ് ഇൻ പൊസിഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, യു വി വിസിബിളിൻ്റെ കാര്യത്തിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്? അബ്സോർബൻസ് വേഴ്സസ് എന്തായിരിക്കും? യെസ്, വേവ് ലെങ്ത് ആയിരിക്കും. അബ്സോർബൻസ് എ. ഓക്കെ, അബ്സോർബൻസിന്
യൂണിറ്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിറ്റ് ലെസ് ആണ് കേട്ടോ അബ്സോർബൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ആൻഡ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ഷിഫ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് ആൻഡ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. നോക്കണേ നിങ്ങൾ, ഇതാണ് നമ്മുടെ ലാംഡ. ഓക്കെ, ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ നോക്കണേ, ഇവിടെ ലാംഡ മാക്സ് എന്താണ്, ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവരുടെ ഇൻറ്റൻസിറ്റി, ഈ വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പിടിക്കും? യെസ്, ഹൈപ്പർ ക്രോമിക്. നമ്മൾ പറയത്തില്ലേ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയത്തില്ലേ? യെസ്, അതേപോലെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിനെ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കും. അതായത് ഇതിങ്ങനെ തന്നെയായിരിക്കും മക്കളെ. ലാംഡ മാക്സ് എന്തായിരിക്കും ഇവിടെ? ഇതാ ഇതിൻ്റെ ലാംഡ മാക്സ്, സോറി ഫോർ ദിസ്, കറക്റ്റ് വരക്കണം കേട്ടോ. ഇവിടെ എന്തായിരിക്കും? യെസ്, ഇങ്ങനെ ലാംഡ മാക്സ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കി, ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ലാംഡ മാക്സ് അത് തന്നെ. ലാംഡ മാക്സ് ലെറ്റ്സ് സേ പറയുകയാണ് 450 നാനോമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അത് തന്നെ. പക്ഷേ ഇൻറ്റൻസിറ്റി കുറയുന്നു. ഇൻറ്റൻസിറ്റി ഇവിടെ കുറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ഇൻറ്റൻസിറ്റി വേവിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോക്രോമിക്. ഇതിനെയാണ് നമ്മൾ യെസ്, ഇൻറ്റൻസിറ്റി കുറവാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ലെസ്. ഇനി അടുത്ത എന്താണ്? ഇവിടെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അല്ലേ? നമുക്ക് അടുത്ത പേജിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോളൂ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു റെഡ് ആരോ ആണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ എന്ത് വിളിക്കുന്ന അറിയോ? റെഡ് ഷിഫ്റ്റ് എന്നും കൂടെ വിളിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ പറയും ഹിപ്സോക്രോമിക് ബ്ലൂലല്ലേ, അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കണം? യെസ്, ബ്ലൂ ഷിഫ്റ്റ് എന്നും കൂടെ നമ്മൾ വിളിക്കും. എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ സംഭവിക്കുന്നത് ഇത്രയാണ് മക്കളെ. ഇവിടെ എന്തായിരിക്കും? ബാത്തോക്രോമിക് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ ലാംഡ മാക്സ്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 450 ആയിരുന്നു. എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. യെസ്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? യെസ്, ലാംഡ മാക്സ് മേ ബി 500 നാനോമീറ്റർ ആയിട്ടുണ്ടാകും. ഇതിനെയാണ് മക്കളെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹയർ വേവ് ലെങ്ത്തിലേക്ക്, യെസ്, ഹയർ ലാംഡയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ, ഹയർ വേവ് ലെങ്ത്തിലേക്ക് ഈ ലാംഡ മാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്? എന്താണെന്നറിയോ? ഇവിടെ വിബ്ജിയോർ എന്നല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്? വേവ് ലെങ്ത് കൂടുന്നു. ഏറ്റവും കൂടുതൽ ആർക്കാണ്? യെസ്, റെഡ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആലോചിച്ച് വെച്ചോളൂ, എങ്ങനെയായിരിക്കും റെഡ് ഷിഫ്റ്റ്? അതേ കാര്യം യെസ്, ലാംഡ മാക്സ് ഇനി എന്ത് ചെയ്യുന്നു? യെസ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറയുന്നു. അതായത് 450 എന്നുള്ളത് ഇവിടെ എന്താകുന്നു? ലെറ്റ്സ് സേ പറയുന്നു 350 ആകുന്നു. ലാംഡ മാക്സ് കുറയുന്നു അല്ലേ? ലാംഡ മാക്സ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. കുറഞ്ഞ വേവ് ലെങ്ത്തിലേക്ക് ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ്. അപ്പോൾ ഈ 4 ഷിഫ്റ്റിനെ പറ്റിയും എപ്പോഴും ചോദ്യം വരുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇൻറ്റൻസിറ്റി, ലാംഡ മാക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻറ്റൻസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. ഓക്കെ, ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ ഹൈപ്പർ ക്രോമിക്, കുറയുകയാണെങ്കിൽ ഹൈപ്പോ. ഓക്കെ, ലാംഡ മാക്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ എന്ത് പറയും? ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ്. ഇനി ലെഫ്റ്റിലോട്ടാണെങ്കിലോ? യെസ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ്. ക്ലിയർ ആണല്ലോ? എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. എ ഷിഫ്റ്റ് ഇൻ അബ്സോർപ്ഷൻ മാക്സിമം ടു ലോങ്ങർ വേവ് ലെങ്ത്. ലോങ്ങർ വേവ് ലെങ്ത് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ്. എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, എ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് കറസ്പോണ്ട്സ് ടു ലോവർ വേവ് ലെങ്ത് ആയിരിക്കും. വേവ് ലെങ്ത് കുറവാണെങ്കിൽ എനർജി എന്തായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ. ലാംഡ ലെസ് ആണെങ്കിൽ ഇ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഷിഫ്റ്റ് ടു ഹയർ എനർജി ആൻഡ് ഷോർട്ടർ വേവ് ലെങ്ത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാട്ട്? യെസ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ ഷിഫ്റ്റ് ആസ് വെൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, an increase in peak intensity without a change in lambda max is known as what? Yes, hyperchromic shift. ലെസർ ആണെങ്കിൽ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയുമാണ് ഷിഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് UV വിസിബിളിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ചോദിക്കുന്നത് ബിയർ ലാംബർട്ട്സ് ലോ ആണ്. ഓക്കെ, 2 സയൻറ്റിസ്റ്റാണ് ആക്ച്വലി, ലാംബർട്ട് ലോയും ബിയർ ലോയും. ഓക്കെ, ഇവർ രണ്ടുപേരും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബിയർ ലാംബർട്ട് ലോ നമ്മൾ പഠിക്കുന്നത്. സിംപ്ലി ബിയർ ലാംബർട്ട് ലോ എന്ന് പറഞ്ഞാൽ A is equal to epsilon CL എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് absorbance of a solution is directly proportional to concentration of the absorbing
സ്പീഷീസ്. ഓക്കെ, അതായത് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബിങ് സ്പീഷീസ് ആൻഡ് വോട്ട് യെസ്. ഇവിടെ നിങ്ങൾക്ക് മോളാർ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. അതിനെയാണ് നമ്മൾ എപ്സിലോൺ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എപ്സിലോൺ. ഇതിനെ നമ്മൾ യെസ് മോളാർ അബ്സോർപ്റ്റിവിറ്റി, ഓക്കെ, അല്ലെങ്കിൽ മോളാർ എക്സ്റ്റൻഷൻ കോയിഫിഷ്യൻറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും. മോളാർ എക്സ്റ്റൻഷൻ കോയിഫിഷ്യൻറ്റ്, ഓക്കെ, യെസ്, ഇസ് ഈക്വൽ ടു, ഇത് മാത്രമല്ല ഇവർക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും, വേറെ ആർക്കുമാണ്, കോൺസെൻട്രേഷൻ ഓഫ് ദി അബ്സോർബിങ് സ്പീഷീസ് ആൻഡ് വോട്ട് പാത്ത് ലെങ്ത് ഓഫ് ദി സാമ്പിൾ സെറ്റ്. ഓക്കെ, അതായത് അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു ECL അല്ലെങ്കിൽ എപ്സിലോൺ CL എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇ അല്ല, എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മോളാർ അബ്സോർപ്റ്റിവിറ്റി അല്ലെങ്കിൽ മോളാർ എക്സ്റ്റൻഷൻ കോയിഫിഷ്യൻ്റ് ആണ്. പറയുന്ന ഇത്രയേ ഉള്ളൂ മക്കളെ. അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ UV റേഡിയേഷൻ ആണല്ലേ, അപ്പോൾ റേഡിയേഷൻ വരുന്നു. ഓക്കെ, ഈ റേഡിയേഷൻ വരുന്നു, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യുവറ്റിലാണ് നമ്മൾ സാമ്പിൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ക്യുവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പ്രിസം പോലെയുള്ള യെസ് ഒരു പാത്രം, ക്യുവറ്റ്. ഓക്കെ, ഇതിൻ്റെ പാത്ത് ലെങ്ത് ആണ് മക്കളെ L എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന UV റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇവിടെയുള്ള ഈ സാമ്പിൾ എന്ത് ചെയ്യും? യെസ്, കുറച്ച് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ്, ഓക്കെ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. ട്രാൻസ്മിറ്റഡ് ലൈറ്റ് കുറച്ച് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതായത് നമുക്ക് പറയാം I0 ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട് I എന്നുള്ള രീതിയിൽ പറയാം. കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഈ അബ്സോർബൻസ് A ഇസ് ഈക്വൽ ടു, അതാണ് നമ്മുടെ ബിയർ ലാംബർട്ട് ലോ പറയുന്നത്. എന്താണ്? എപ്സിലോൺ CL. അതായത് അബ്സോർബൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? യെസ്, മോളാർ അബ്സോർപ്റ്റിവിറ്റിയെ അല്ലെങ്കിൽ മോളാർ എക്സ്റ്റൻഷൻ കോയിഫിഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷീസ് ടേക്കൺ, ഇവിടെ നമ്മളൊരു സാമ്പിൾ എടുത്തിട്ടുണ്ട് അല്ലേ, അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. യെസ്, അതേപോലെ ക്യുവറ്റിൻ്റെ പാത്ത് ലെങ്ത്, സോറി എല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, പാത്ത് ലെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്, ക്യുവറ്റിൻ്റെ ലെങ്ത്. ഇത്രയും കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആൻഡ് അഗെയിൻ അബ്സോർബൻസിനെ നമുക്ക് ഇങ്ങനെ കൂടെ ഡിഫൈൻ ചെയ്യാം. A ഇസ് ഈക്വൽ ടു എപ്സിലോൺ CL എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം? A ഇസ് ഈക്വൽ ടു ലോഗ് I0/I എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി. ഓക്കെ, അതാണ് യെസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി എത്രയാണ്? I. ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റൻസിറ്റി എത്രയാണ്? I. ഓക്കെ, യെസ്, കൊടുത്തിരിക്കുന്നത് I0 ആണ് കേട്ടോ. യെസ്, അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ലോഗ് I0/I ഇസ് ഈക്വൽ ടു വോട്ട് എപ്സിലോൺ CL എന്നുള്ള രീതിയിലും എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. എന്നിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റൻസിനെ കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ട്രാൻസ്മിറ്റൻസ്, ഓക്കെ, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ടാണ് ട്രാൻസ്മിറ്റൻസ് എങ്ങനെയാണ്? I/I0 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കണം, അബ്സോർബൻസ് ലോഗ് I0/I ആണ്, ട്രാൻസ്മിറ്റൻസ് എന്താണ്? I/I0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞേ, A ഇസ് ഈക്വൽ ടു I0/I ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? A ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇതിനെ I/I0 എന്ന് എഴുതുകയാണെങ്കിൽ ലോഗ് ഓഫ് 1/T എന്ന് എഴുതാലോ. അല്ലെങ്കിൽ ലോഗ് A ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് T എന്നും കൂടെ എനിക്ക് എഴുതാൻ പറ്റും. ഈ ഒരു റിലേഷനും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. A ഇസ് ഈക്വൽ ടു വാട്ട്? ലോഗ് ഓഫ് I0/I എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കാര്യം. ഓക്കെ, യെസ്. അല്ലാതെ അബ്സോർബൻസിനെ എനിക്ക് എങ്ങനെ ട്രാൻസ്മിറ്റൻസിൻ്റെ ടേംസിൽ മൈനസ് ഓഫ് ലോഗ് T എന്നുള്ള രീതിയിലും എനിക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലോഗ് 1/T എന്നുള്ള രീതിയിലും എഴുതാൻ പറ്റും. ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഏത് ട്രാൻസിഷനാണ് ടിപ്പിക്കലി ഒബ്സർവ് ചെയ്യപ്പെടുന്നത്? ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇലക്ട്രോണിക് ആണ്. വൈബ്രേഷണൽ ആണെങ്കിൽ ഏതായിരുന്നു? ഇൻഫ്രാറെഡ് ആയിരുന്നു. റൊട്ടേഷൻ ആണെങ്കിൽ മൈക്രോവേവ് ആയിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ C. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. Which of the following is the correct expression of Beer-Lambert law? Simple ആയിട്ടുള്ള അബ്സോർബൻസ് is equal to epsilon CL. Yes.
ആൻഡ് വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് മോളാർ അബ്സോർപ്റ്റിവിറ്റി? മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻറ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. എ ഇസ് ഈക്വൽ ടു എപ്സിലോൺ സി എൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്സോർബൻസിന് യൂണിറ്റ് ലെസ് ആണെന്നുള്ള കാര്യം. ഓക്കെ, കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ കോൺസെൻട്രേഷൻ അല്ലേ? യെസ്, നമ്പർ ഓഫ് മോൾസ് പെർ വോളിയമാണ് അല്ലേ, ലിറ്റർ. അപ്പോൾ എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ. കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ പെർ വോളിയമാണ് അല്ലേ? യെസ്. ആൻഡ് വാട്ട് ഈസ് എൽ? പാത്ത് ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, സെൻറ്റിമീറ്ററിലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യുവറ്റ് ആണ് അല്ലേ? എക്സ്പെരിമെൻ്റിൽ ക്യുവറ്റ് എന്നൊക്കെ പറയുമ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും, അല്ലാതെ മീറ്ററിലൊന്നല്ല നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കൂടാ? ഇത് മോൾ പെർ ലിറ്റർ ആണ്, ഇത് സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എപ്സിലോണിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യെസ്, ലിറ്റർ മോൾ ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ വരും, വിച്ച് ഇസ് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് പഠിച്ച കുട്ടികളാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. യെസ്. നെക്സ്റ്റ് വൺ, if the absorbance of a solution is 0.301, what is the percentage of transmittance എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു റിലേഷൻ ഇപ്പം പഠിച്ചിരുന്നു അല്ലേ? ഇവിടെ നോക്കിക്കോളൂ, അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു ലോഗ് 1/t അല്ലെങ്കിൽ മൈനസ് ലോഗ് ടി. ഡയറക്റ്റ്ലി നമ്മളോട് ചോദിക്കും ലോഗിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എ ഇസ് ഈക്വൽ ടു ലോഗ് 1/t എന്ന് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/t implies what? Sorry for this. 1/t implies what? Yes, 10 raised to a എന്നുള്ള രീതിയിൽ വരും അല്ലേ? 10 raised to a എന്ന് പറഞ്ഞാൽ 10 raised to 0.3 ആണ്. 10 raised to 0.3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? യെസ്, അതായത് 1/t എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അതായത് t is equal to what? 1/2 which is 0.5 എന്ന് കിട്ടി. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തോളൂ, എന്ത് കിട്ടും? യെസ്, 50% എന്ന് നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 9, എ സൊല്യൂഷൻ ഹാസ് എൻ അബ്സോർബൻസ് ഓഫ് 1, വാട്ട് ഇസ് എ ട്രാൻസ്മിറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു ലോഗ് 1/t എന്ന് ചെയ്യാം. അബ്സോർബൻസ് 1 ആണെങ്കിൽ യെസ് എന്ത് ചെയ്യാം? യെസ്, 1/t is equal to 10 raised to 1 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ? യെസ്, വിച്ച് ഇസ് 10 തന്നെയാണ്. So which implies what? 10, t is equal to 1/10 which is 0.1. ഓക്കെ, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി what? 10%. ഓപ്ഷൻ എ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ, വാട്ട് ഹാപ്പൻസ് ടു ദി അബ്സോർബൻസ് ഇഫ് പാത്ത് ലെങ്ത് ഇസ് ഡബിൾ കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്? അപ്പോൾ എന്തായിരുന്നു? നമ്മുടെ അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു ECL ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടുപേരും കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. എല്ല് ഡബിൾ ചെയ്താൽ അബ്സോർബൻസ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഡബിൾ ചെയ്യപ്പെടും. യെസ്, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് എ സൊല്യൂഷൻ ഷോസ് മാക്സിമം അബ്സോർബൻസ് അറ്റ് 540 നാനോമീറ്റർ, വാട്ട് ഈസ് ദിസ് വേവ് ലെങ്ത് കോൾഡ്? ലാംഡ മാക്സ് എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.